ഹലോ മൈ കുട്ടികൾ. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മളെ ഫസ്റ്റ് ചാപ്റ്ററായ റിലേഷൻ ആൻഡ് ഫങ്ഷൻ ഒന്ന് ചുരുക്കി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. വളരെ ചുരുക്കിയിട്ട് അതിൻ്റെ കോൺസെപ്റ്റ് മാത്രം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്താക്കുന്നത് ഈ സെക്ഷൻ തുടങ്ങുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. എന്താണ് റിലേഷൻ? വാട്ട് യു മീൻ ബൈ എ റിലേഷൻ? റിലേഷൻ ആൻഡ് ഫങ്ഷൻസിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള എന്താണ് റിലേഷനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ എന്താണ് എന്താണ് ഒരു റിലേഷൻ, എന്താണ് റിലേഷൻ അതിനെക്കുറിച്ച് പഠിക്കണമല്ലോ. അപ്പം ഞാനിത് ഇവിടെ ഒരു സെറ്റ് അറിയാലോ, വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് അറിയാലോ. സെറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ +1 നല്ല വൃത്തിയും വെടുപ്പിലും നമ്മൾ എന്താക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഇവിടെ ഒരു 5 കൂടി കൊടുത്താൽ. അപ്പം ഇതെൻ്റെ ഒരു സെറ്റാണ്. എന്താണ് 1 2 3 4 5 6 7 8 എന്നുള്ള നമ്പേഴ്സുള്ള ഒരു സെറ്റാണ്. ഇതിൽ നിന്ന് എന്താക്കണം, റിലേഷൻ ഡിഫൈൻ ചെയ്യണം. ഒരു റിലേഷൻ ഞാൻ ഡിഫൈൻ ചെയ്യണം 6 എന്ന് എടുത്തു. റിലേഷൻ ഇപ്പോൾ 6ആണല്ലോ. ഈ റിലേഷൻ എന്ന് എഴുതിയിട്ട് ഈ പ്രേമത്തിലേക്കൊന്നും പോരെ, അതല്ലേ ഞാൻ ഉദ്ദേശിച്ച റിലേഷൻ. ഇവിടെ ഞാനൊരു റിലേഷൻ ഡിഫൈൻ ചെയ്യാണ്. എങ്ങനെയാണ് എൻ്റെ റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത് നോക്കിക്കോ. XY എന്നുള്ള ഓർഡേർഡ് പേഴ്സ് ആയിട്ട് കണ്ടീഷൻ ഞാൻ കൊടുക്കുകയാണ്. ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്. എന്താണ് എൻ്റെ കണ്ടീഷൻ? 2x - y ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 10 എന്നുള്ള ഒരു കണ്ടീഷൻ കൊടുത്തു. 2x - y ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 10 എന്നുള്ള ഒരു കണ്ടീഷൻ കൊടുത്തു. അപ്പം നോക്കണേ നിങ്ങൾ, ഇതിൽ ഏതൊക്കെ നമ്പേഴ്സ് അതിൽ വരും. അപ്പം നോക്കാൻ മതി ഇതിൽ എങ്ങനെയാണ് റിലേഷൻ ഡിഫൈൻ ചെയ്യുക. 6 എന്നുള്ള ഒരു സെറ്റ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 എന്നുള്ള എൻ്റെ റിലേഷൻ ആ സെറ്റ് ബിൽഡർ ഫോമുള്ള റോസ്റ്റർ ഫോമിലേക്ക് മാറ്റണം. അപ്പം 6 എന്നുള്ള എൻ്റെ റിലേഷൻ ഞാൻ മാറ്റിയെന്നാണ്. അപ്പോൾ എനിക്ക് എന്താ വേണ്ടത്? 2x - y ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 10 എന്നുള്ള ഒരു കേസിലേക്കാണ് എനിക്കത് കിട്ടുന്നത്. 2x - y ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 10 എന്നുള്ള കേസിൽ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താക്കണം, ഫസ്റ്റ് x എടുക്കണം. 1 എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 1 എത്ര പോയാലും എന്താവില്ല, 10ൻ്റെ മേലെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോലും. അപ്പോൾ 1 2 3 4 എന്നുള്ളവ നമ്മൾ നോക്കണ്ട. പിന്നെ 5 നോക്കാം. പക്ഷെ 5 നോക്കുമ്പം എന്തുണ്ട്, 5 നോക്കുമ്പം പ്രശ്നം എന്താ, 5 × 2 10 ആണ്. അപ്പം -1 ചെയ്താൽ പോലും 10നേക്കാളും താഴെ പോകുന്നുണ്ട്. അതൊന്നും നമുക്ക് എടുക്കാൻ കഴിയില്ല. ഞാൻ ഈ റിലേഷൻ ഡിഫൈൻ ചെയ്യുന്ന കറക്റ്റ് ഇത് ഫോം ഉണ്ടല്ലോ, അപ്പം അതും എന്തെങ്കിലും എനിക്ക് എടുക്കാൻ കഴിയില്ല. പിന്നെ ഞാൻ 6 എടുത്തു. 2 × 6 എത്രയാണ്? 12 ആണ്. 12ൽ നിന്നും 1 കുറച്ചാൽ എന്താണ്? 11 ആണ്. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 10 ആണ്. പക്ഷേ ഈക്വൽ ടു 10 പറയാത്തതുകൊണ്ട് നമുക്ക് എന്തെടുക്കാൻ കഴിയില്ല, 2 എടുക്കാൻ കഴിയില്ല. അപ്പം എൻ്റെ ഫസ്റ്റ് പെയർ ആയിട്ട് എനിക്ക് 6 എടുക്കാം, 6 1. അങ്ങനെയാണെങ്കിൽ എനിക്ക് അടുത്ത് എന്തെടുക്കാം, 7 1 എടുക്കാം, 7 2 എടുക്കാമല്ലോ. എന്തുകൊണ്ടാ? 7 × 2 അപ്പോൾ എൻ്റെ 2x - y ആണല്ലോ എൻ്റെ റിലേഷൻ. അതെന്താണ്? ഗ്രേറ്റർ ദാൻ 10 അതോടെ കിട്ടെ. 2x - y ആണല്ലോ. അപ്പം ഞാൻ എക്സ് ആക്കിയിട്ട് ആരെടുത്ത് XY എന്നുള്ള ഓർഡർ എടുപ്പാറാണ്. അപ്പം എക്സ് ആക്കിയിട്ട് 7 എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലാണ് ഇവിടെ വരും 14 വരുമല്ലോ. 14 വന്നു കഴിഞ്ഞാൽ y ആയിട്ട് ആരുള്ളത്? 1 ആണുള്ളത്. 14 1 കുറച്ചാൽ 13 ആണല്ലോ. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. അതേപോലെ 14 2 കുറച്ചാൽ എന്താണ്? 12 ആണ്. ദാറ്റ് ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ 0. ഇനി ഒന്നും കൂടി 14 3 കുറച്ചാൽ എന്താണ്? 11 ആണ്. ദാറ്റ് ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ 0. അപ്പം എന്ത് വരും? 7 3 കൂടിയും വരുമല്ലോ നമുക്ക്. അപ്പം ഇങ്ങനെ നമുക്ക് എന്താക്കാം, ബാക്കിയുള്ള നിങ്ങൾ തന്നെ പൂരിപ്പിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോ റിലേഷൻ എന്താക്കാം, ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓരോ റിലേഷനും നമുക്ക് ഡിഫൈൻ ചെയ്ത് അത് നോക്കിയാൽ മതി. ആ ഒരു കണ്ടീഷൻ എന്താക്കണം, സാറ്റിസ്ഫൈ ചെയ്യുന്ന XY പേഴ്സുകൾ എഴുതുന്നതാണ് നമ്മൾ റിലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ക്ലിയർ ആണല്ലോ, റിലേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ബേസിക്കലി റിലേഷൻ. ഇതൊക്കെ നമ്മൾ +1 പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ഒന്ന് പുതുക്കി എഴുതാണ്. അപ്പം നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളിലേക്ക് പോയാലോ. നമുക്ക് പഠിക്കാനുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്റ്റി റിലേഷൻ ആണ്. എംപ്റ്റി റിലേഷൻ എന്താണ്? ഒരു എംപ്റ്റി റിലേഷൻ ഞാനിതാ ഇവിടെ ഞാൻ കൊടുത്ത ആ ഒരു റിലേഷൻ ഉണ്ടല്ലോ, അതൊന്ന് മാറ്റി കൊടുക്കുകയാണ്. എങ്ങനെയാണ് കൊടുക്കുന്നതുണ്ടോ? എങ്ങനെയാ കൊടുക്കുക? 2x - y ഞാൻ കൊടുത്തു ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 20 എന്നാണ്. 2x - y വേണ്ട, x + y ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 20 എന്ന് കൊടുത്തു. അപ്പം എനിക്ക് എന്താക്കാം, റിലേഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ XY എന്ന് വേണം. അപ്പം എനിക്ക് എന്ത് വേണം? A × A വേണം. A × A വേണം. A × A വേണമെങ്കിൽ ഞാൻ എന്താക്കണം, ഓരോന്നായിരുന്നാ 1 2 1 3 1 1 1 4
1 5 അങ്ങനെ എക്സെട്രാ എല്ലാം കൊടുക്കണം. അതേപോലെ തന്നെ 2ൻ്റെ കേസിലും കൊടുക്കണം. അതേപോലെ 3ൻ്റെ എക്സെട്രാ ആദ്യം എത്ര വരെ കൊടുക്കണം? 8ൻ്റെ കേസ് വരെ നമ്മൾ കൊടുക്കണം. നമ്മുടെ ലാസ്റ്റ് ടേം എന്ത് വരും? 88 വരും അല്ലേ? അങ്ങനെ അറിയാലോ. എ ക്രോസ് എ എഴുതാൻ അറിയാലോ. 1 പിന്നെ 1, അതായത് എയും തമ്മിലുള്ള മെമ്പേഴ്സിനെ പേഴ്സ് ആക്കിയിട്ട് എഴുതുന്നതാണ് നമ്മുടെ എ ക്രോസ് എ എന്ന് പറയുന്നത്. അപ്പം 1 1 1 2 1 3 1 4 അതേപോലെ 2 1 2 2 അങ്ങനെ എല്ലാ ടേംസും വരും. എക്സെട്രാ പോയിട്ട് ലാസ്റ്റ് ഏത് വരും? 8 വരെ വരും. അപ്പം നിങ്ങൾ നോക്കിയാൽ മതി, ഈ ഒരു പെയറിൽ എക്സ് പ്ലസ് വൈ എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ 20 ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ റിലേഷൻ. എന്താണ് റിലേഷൻ? എക്സ് പ്ലസ് വൈ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 20 ആയിരിക്കണം. അപ്പം നിങ്ങൾ ഇവിടെ നോക്കി ഇവിടെ മാക്സിമം എക്സും വൈയും കൂട്ടിയാൽ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന നമ്പർ എത്രയാണ്? 16 ആണ് അല്ലേ? 8 + 8 16 ആണ്. ബാക്കി എന്തായാലും അതിൻ്റെ കുറവായിരിക്കുമല്ലോ, ഉറപ്പായിട്ടിരിക്കും. അപ്പം എങ്ങനെ പോയാലും ഈ റിലേഷൻ എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ 20 ഉള്ള ഒരു ടേം പോലും ഉണ്ടാവില്ലല്ലോ. ഒരു ടേമും ഇല്ലാത്തതുകൊണ്ട് R = 5 ആയിരിക്കും. 5 മീൻസ് നത്തിങ്. അപ്പോൾ ഒന്നുമില്ല. അതാണ് മക്കളെ നമ്മൾ പറഞ്ഞത് എം ടി റിലേഷൻ. എ റിലേഷൻ R is a set is a called empty relation എന്ന് വിളിക്കണമെങ്കിൽ if no elements A related to A. ഓക്കെ, ഒരു എലമെന്റ് എ എന്താവില്ല ആ റിലേഷനോട് റിലേറ്റഡ് ആയിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? എം ടി റിലേഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ യൂണിവേഴ്സൽ റിലേഷനോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് നമ്മുടെ ആ എ ക്രോസ് എയിലെ എൻറ്റയർ എലമെന്റ്സും എന്ത് വരും? എൻറ്റയർ എലമെന്റ്സും നമ്മുടെ ആ റിലേഷനിൽ കിട്ടുകയാണെങ്കിൽ അതാണ് നമ്മുടെ എന്തെന്ന് യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ടുള്ള ലോജിക്കാണല്ലോ, സിമ്പിളായിട്ട് ഇതാക്കാം. അപ്പം ഇനി നമുക്ക് എന്താക്കാം? അടുത്ത പഠിക്കാനുള്ള പോവുക. പ്രോബ്ലംസും കാര്യങ്ങളും അല്ല, കോൺസെപ്റ്റും കാര്യങ്ങളാണ് നമ്മളിവിടെ പക്കയായിട്ട് ക്ലിയർ ആക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു റിലേഷൻ്റെ നമുക്കൊരു റിലേഷൻ ഇക്വലൻസ് റിലേഷൻ എന്ന് വിളിക്കണമെങ്കിൽ അത് ഒരു 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഏതെല്ലാം കണ്ടീഷൻ നോക്കിയാലോ? ഒന്നാമത്തെ കണ്ടീഷനാണ്, 3 കണ്ടീഷൻ. എന്നോട് പറയുമ്പോഴാണ് 3 കണ്ടീഷൻ. അപ്പോൾ 4ാമത്തെ കണ്ടീഷൻ ഇക്വലൻസിൻ്റെ കണ്ടീഷൻ തന്നെയാണ്. സോ 3 കണ്ടീഷൻസ് ആയിട്ട് വേണം. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്ലക്സീവ് ആണ്. ഒന്നുമില്ല, നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നിങ്ങളൊരു കണ്ണാടി നോക്കുമ്പം റിഫ്ലക്റ്റ് ചെയ്യുമല്ലോ. ഒരു കണ്ണാടി നോക്കുമ്പോൾ നിങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യല്ലോ. സെയിം കോൺസെപ്റ്റ്. ഒരു കണ്ണാടി നോക്കുമ്പോൾ നിങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന സെയിം കോൺസെപ്റ്റ്. അതായത് ഒരു എ ക്രോസ് എ അല്ല ഒരു റിലേഷനിൽ A1 ഉണ്ടെങ്കിൽ, A1 അല്ല A ഉണ്ടെങ്കിൽ, A1 വേണ്ട A ഉണ്ടെങ്കിൽ അതിന് പെയറായിട്ട് ആരെന്നെ വേണം? A തന്നെ വേണം. ദാറ്റ് ഈസ് A belongs to R for every A belongs to A. എവിടെ നിന്നായിരിക്കണം? A എന്നായിരിക്കണം. ഈ A എന്താണ്? ഞാനെടുത്ത് എൻ്റെ സെറ്റാണ്. A എന്നുള്ള സെറ്റിൽ നിന്നാണ് നമ്മൾ എന്താക്കുന്നത്? ആ റിലേഷൻ ഡിഫൈൻ ചെയ്തത്. A എന്നുള്ള നമ്മുടെ സെറ്റാണ്. അപ്പം ആ എയിലെ ഒരു A എടുത്തിട്ട് നമ്മുടെ റിലേഷനിൽ എന്തുണ്ടായിരിക്കണം? A. അതായത് ഞാനുണ്ടെങ്കിൽ കണ്ണാടിയിൽ നോക്കി ആര് തന്നെ വേണം? ഞാൻ തന്നെ വേണം. A belongs to R for every A belongs to A. അതാണ് നമ്മുടെ റിഫ്ലക്സീവിൻ്റെ. ഇനി അടുത്തതാണ് മക്കളെ സിമ്മട്രിക്. എന്താണ് സിമ്മട്രിക്? ഒന്നുമില്ല, there is a concept is same. A2ഉം A1ഉം ഉണ്ടെങ്കിൽ ഒരു പാലം ഇട്ട് കഴിഞ്ഞാൽ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഒരു ബ്രിഡ്ജ് ഞാനിവിടെ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒരു ബ്രിഡ്ജാണ് ഇത്. നിങ്ങൾ ബ്രിഡ്ജായിട്ട് കൂട്ടണേ. ഒരു ബ്രിഡ്ജ്, ഇപ്പോൾ ഒരു പാലം ഞാൻ ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് മാത്രം പോരാ, ഇങ്ങോട്ടും വേണം. ഒരു പാലം ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് മാത്രം പോരാ മക്കളെ, അത് ഇങ്ങോട്ടും വരണം. അതാണ് നമ്മുടെ സിമ്മട്രിക് എന്ന് പറയുന്നത്. എന്താണ്? A1ഉം A2ഉം ആറിലുണ്ടെങ്കിൽ, A1ഉം A2ഉം ആറിലുണ്ടെങ്കിൽ A2ഉം A1ഉം എന്തിലുണ്ടായിരിക്കണം? നമ്മുടെ ആറിൽ ഉണ്ടായിരിക്കണം. A2ഉം A1ഉം നമ്മൾ എന്തിലുണ്ടായിരിക്കണം? ആറിൽ ഉണ്ടായിരിക്കണം. ഫോർ ഓൾ A1ഉം A2 എല്ലാം എന്താണ്? A1ഉം A2 എല്ലാം Aയിൽ നിന്നുള്ളതായിരിക്കണം. ഒരു പാലം ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം എന്ന് നമ്മൾ പണ്ട് മുതലേ പറയുന്നൊരു കാര്യമല്ലേ? അത് തന്നെയാണിത്. A2ഉം A1ഉം ഉണ്ടെങ്കിൽ എന്തായിരിക്കണം? A1ഉം A2ഉം എന്തായിരിക്കണം? അതിലുണ്ടായിരിക്കണം. ഓക്കെ, അപ്പം റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണാടി. ഓർക്കുക, കണ്ണാടി. അതായത് ഞാനുണ്ടെങ്കിൽ ഞാൻ തന്നെ അവിടെ ഉണ്ടാവണം, A ഉണ്ടാവണം. സിമ്മട്രിക് ആണെങ്കിൽ പാലം ഓർത്തോ, ഒരു പാലം അങ്ങോട്ടുണ്ടെങ്കിൽ A2ഉം A1ഉം ഉണ്ടെങ്കിൽ A1ഉം A2ഉം എന്തിനുണ്ടായിരിക്കണം? നമ്മുടെ ആറിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും? സിമ്മട്രിക് ആയിരിക്കും. പിന്നെ അടുത്താണ് മക്കളെ ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഒരു
പാലത്തിൽ നിന്നും അപ്പുറത്തേക്ക് പോയിട്ട് ഒരു ട്രയാങ്കിളിനെ നിങ്ങൾ എന്താക്കിയാൽ മതി, ട്രയാങ്കിളിനെ ഒന്ന് ആലോചിച്ചാൽ മതി. അതായത് A1ഉം A2ഉം A1ഉം A2ഉം ആറിലുണ്ടെങ്കിൽ, A1ഉം A2ഉം ആറിലുണ്ടെങ്കിൽ, അതേപോലെ തന്നെ A2ഉം A3യും ആറിലുണ്ടെങ്കിൽ, അപ്പം എന്നിട്ട് A1ഉം A2ഉം ആറിലുണ്ട്, A2ഉം A3യും ആറിലുണ്ടെങ്കിലാണ് എന്തുണ്ടാകേണ്ടത്, A1ഉം A3യും എന്തിലുണ്ടാകേണ്ടത്, ആറിൽ ഉണ്ടാകേണ്ടത്. ശ്രദ്ധിച്ചോളെ, A1ഉം A2ഉം ആറിലുണ്ട്, അതുപോലെ തന്നെ A2ഉം A3യും ആറിലുണ്ടെങ്കിൽ, ഇത് കൃത്യമായി ശ്രദ്ധിച്ചോ. ഇനി ആറിലില്ലെങ്കിൽ എന്തുണ്ടാകണ്ട, A1 A3 അവിടെ ഉണ്ടാകണം നിർബന്ധമില്ല. ഉണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കണം, A1 A3 ഉണ്ടാക്കണം. നമ്മൾ ട്രയാങ്കിളിനെ നോക്കിയാൽ ഇതാ, ഇവിടുന്ന് ഞാൻ എന്താക്കി, ഇങ്ങോട്ടേക്ക് ഒരു കണക്ഷൻ കൊടുത്തല്ലോ. അവിടുന്ന് ഞാൻ എന്താക്കി, ഇങ്ങോട്ടൊരു കണക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ട്രയാങ്കിൾ, പിന്നെ ട്രയാങ്കിൾ ആണ്. പിന്നെ ട്രയാങ്കിൾ ആണ്. ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടൊരു കണക്ഷൻ വേണം. അതാണ് A1ഉം A2ഉം ആറിലുണ്ടെങ്കിൽ, A2ഉം A3യും ആറിലുണ്ടെങ്കിൽ എന്താറിലുണ്ടായിരിക്കണം, A1ഉം A3യും ആറിൽ ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ്. ഇനി ഇത് മൂന്നും സാറ്റിസ്ഫൈഡ് ചെയ്യുന്ന നമ്മുടെ ഒരു റിലേഷനെ നമുക്ക് എന്ത് വിളിക്കാം, ഈക്വലൻസ് റിലേഷൻ എന്ന് വിളിക്കാം. അതിനെന്ത് വിളിക്കാം, ഈക്വലൻസ് റിലേഷൻ. അപ്പോൾ ഈക്വലൻസ് റിലേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അത് ശ്രദ്ധിക്കാം. സോ ഇതാണ് നമുക്കിതിൽ പഠിക്കാനുള്ള ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോയാലോ മക്കളെ. ഈ ഒരു കാര്യം ഞാൻ ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളതല്ല, പക്ഷെ ഇത് നിങ്ങൾ അറിഞ്ഞാലേ ഇതിലുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മക്കളെ, നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ നമുക്ക് സെറ്റിൽ തരുന്ന സാധനം എന്താണ്, നാച്ചുറൽ നമ്പറിന്റെ കേസിലാണ് തരുന്നത്. നിങ്ങൾ ഓർത്തോ, അവിടെ എന്താ ഉണ്ടാവുക, 1 2 3 4 എക്സെട്ര എന്ന് പറയുക. 1 മുതലാണത് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. അത് ശ്രദ്ധിക്കണേ, 1 മുതലാണത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഹോൾ നമ്പറിലേക്ക് വരികയാണെങ്കിലോ, ഹോൾ നമ്പറാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുന്നെങ്കിലോ, അതിൽ ആരും കൂടിയും വരും, 0യും കൂടിയും വരും. നാച്ചുറൽ നമ്പർ ആണെങ്കിൽ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ഹോൾ നമ്പർ ആകുമ്പോൾ അതെന്ത് വരും, അതിൽ 0യും കൂടിയും വരും. ഇനി അത് ഇൻറ്റീജേഴ്സ് ആണെങ്കിലോ അതിൽ നെഗറ്റീവ് നമ്പേഴ്സും കൂടിയും വരും. ഇത് സംഭവം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഇൻറ്റീജേഴ്സ് ആകുമ്പോൾ വരും, നെഗറ്റീവ് വരും. ഇനി റാഷണൽ നമ്പറിലേക്ക് പോയാലോ, നമ്മുടെ 1/2 2 3/2 അതുപോലെയുള്ള ഫ്രാക്ഷൻ നമ്പേഴ്സ് ഇല്ലേ, അതൊക്കെയും കൂടും. പക്ഷേ എന്തെങ്കിലും ഇൻറ്റീജേഴ്സിൽ ആ നമ്പേഴ്സ് ഒന്നും ഉണ്ടാവില്ലേ. ഇൻറ്റീജേഴ്സിലാകെ മൈനസും പ്ലസും 0യും കൂടിയ ആ നമ്പേഴ്സേ ഉണ്ടാവുള്ളൂ. റാഷണൽ നമ്പേഴ്സിലേക്ക് വരുമ്പോൾ ആണ് എന്താവുക, നമ്മുടെ 1 2 -3 4 എല്ലാ നമ്പറും. ഇനി റിയൽ നമ്പറിലേക്കാണ് നിങ്ങൾ ഡിഫൈൻ ചെയ്തത് എൻറ്റയർ നമ്പർ, നമ്മുടെ ഇറാഷണൽ നമ്പറായ √2 √3 ഈ ലോഗ് അതുപോലത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ അത് റാഷണല്, റിയൽ, ഇൻറ്റീജേഴ്സ്, ഹോള്, നാച്ചുറൽ എല്ലാം വരും റിയൽ നമ്പേഴ്സിൽ. ഇതാണ് അതിൻ്റെ ഒരു കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് നിങ്ങൾ പക്കയായിട്ട് പഠിച്ചിരിക്കണം. കാരണം എക്സാം ഹാളിൽ പോയിട്ട് കൺഫ്യൂഷൻ ആകരുത്, ഇൻറ്റീജർ ഏതാണ്, നാച്ചുറൽ ഏതാണ്, ഹോൾ ഏതാണ്, റാഷണൽ ഏതാണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. അപ്പം മക്കളെ, ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നമ്മൾ എഴുതുന്നില്ല. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് നോക്കാം. ആറ് ഡിഫൈൻ ചെയ്തതാണ്, റിലേഷൻ ആറെന്ത് ഡിഫൈൻ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നോക്കിക്കോ, അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ക്വസ്റ്റ്യൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആയി തോന്നും. നമ്മൾ ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. നിങ്ങൾ മെയിനായിട്ട് നല്ല കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് എന്താക്കാൻ പറ്റുക, മാത്സ് പെർഫെക്റ്റ് ആവുക. അതായത് കോൺസെപ്റ്റ് ഞങ്ങൾ മനസ്സിലാക്കി തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോബ്ലംസ് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് പഠിച്ചാലാണ് കോൺസെപ്റ്റ് എന്താവുക, നിങ്ങൾക്ക് പക്കയാവുക, എക്സാമിന് നിങ്ങൾക്ക് നല്ല മാർക്ക് നേടുക. അപ്പം മക്കളെ, അടുത്താണ് നമുക്ക് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്. എന്താണ് ഒരു ഫങ്ഷൻസ്? നമുക്കൊരു ഫങ്ഷനെ ഡിഫൈൻ ചെയ്യാം. അതായത് നമുക്കൊരു സെറ്റ് ഉണ്ട്, ആ ഒരു സെറ്റിൽ നിന്നും മറ്റൊരു സെറ്റിലേക്ക് എന്താക്കാം, നമുക്കൊരു ഫങ്ഷനെ ഡിഫൈൻ ചെയ്യാം. അതായത് ഈ സെറ്റിനെ നമുക്ക് ഡൊമൈൻ എന്നും ഇതിനെ റേഞ്ചോ എന്ന് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നിന്നും each and every domain has a range. Each and every domain has a range. ഇതൊന്നല്ല ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ. പക്ഷെങ്കിൽ എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഇവിടുന്ന് ബാക്കി കാര്യങ്ങൾ ചെയ്ത് പോകാം. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കോൺസെപ്റ്റ് ബേസിൽ മാത്രമാണ് ഞാനിതെടുത്തത്. സോ ഡൊമൈനിൽ നിന്നും റേഞ്ചിലേക്ക് നമുക്ക് എന്താക്കാം, ഓരോ ഇമാജസ് കിട്ടുമല്ലോ.
അങ്ങനെ ഓരോ ഇമാജസ് കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് വിളിക്കാം? ഫങ്ഷൻ എന്ന് വിളിക്കാം. ഓരോ ഇമാജസ് കിട്ടുകയാണെങ്കിൽ അതിനെ ഫങ്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഇതാണ് ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മുടെ f(1) എവിടത്തേക്കാണ് ഇമാജ് പോകുന്നത്? എയിലേക്കാണ്. അപ്പൊ f(1) എന്തായിരിക്കും? ഈക്വൽ ടു a ആയിരിക്കും. എന്തുകൊണ്ട്? f എന്നുള്ള ഫങ്ഷൻ 1നെ എവിടത്തേക്കാണ് ഇമാജ് ചെയ്യുന്നത്? എവിടത്തേക്കാണ് ഇമാജ് ചെയ്യുന്നത്? എയിലേക്കാണ്. ദാറ്റ്സ് എ കോൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് പഠിക്കാനുള്ള നമ്മുടെ ഫംഗ്ഷന്റെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. അതായത് ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് 1 ആവുക? എപ്പോഴാണ് 1 ആവുക? ആ ഫംഗ്ഷനിൽ ഞാൻ ഇവിടെ വരച്ചു, 2 ഫംഗ്ഷനിൽ കൊടുത്തു, 1 2 3 4. അതേപോലെ ഇവിടെ കൊടുത്തു ABCD. അതായത് കോൺസെപ്റ്റ് ഇതാണ്. ഈ എല്ലാ ഇതിനും ഒരൊറ്റ ഇമാജ്, ഒന്നിൽ കൂടുതൽ ഇമാജ് പാടില്ല. ഓക്കെ, ഒന്നിൽ കൂടുതൽ ഇമാജ് പാടില്ല. അതുപോലെയുള്ളതാണ് നമ്മുടെ 1 എന്ന് പറയുന്നത്. അതായത് 1ന് A മാത്രമേ പാടുള്ളൂ. അത് ആ എയിലേക്ക് ഇനി എന്താക്കാൻ പാടില്ല? മറ്റൊരു ഇമാജ് ഉണ്ടാക്കാൻ പാടില്ല. ഇനി 1ന് തന്നെ ബിയും സിയും ഒക്കെ വന്നു കഴിഞ്ഞാൽ അതെന്തല്ല? ഫങ്ഷൻ അല്ല. ഒരു ഡൊമൈൻ ഒരു റേഞ്ചേ പാടുള്ളൂ. എല്ലാത്തിനും വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരൊറ്റ ഇമാജേ പാടുള്ളൂ. ഒരൊറ്റ ഇമാജ് അല്ലെങ്കിൽ അത് ഫങ്ഷൻ അല്ലേ? ഒരൊറ്റ ഇമാജ് അല്ലെങ്കിൽ അതെന്തല്ല? ഫങ്ഷൻ അല്ല മക്കളെ. അക്കാര്യം നിങ്ങൾ ഓർക്കുക. അപ്പം 1 എന്നുള്ളത് എയിലേക്കും 2 എന്നുള്ളത് ബിയിലേക്കും സിയിലേക്കും ഡിയിലേക്കും. അതായത് ഇവിടെ എന്താ നിങ്ങൾ കാണുന്നത്? നമ്മളെ ഡൊമൈനിലുള്ള ഓരോന്നിനും നമ്മൾ എന്താക്കണം? ഓരോ ഇമാജ് കൊടുത്തു. എല്ലാം ഡിഫറൻറ്റ് ഇമാജാണ്. ഒന്നിന് തന്നെ 2 ഇമാജ് വരുന്നില്ല. സോറി, ഒന്നിന് 2 ഇമാജ് അല്ല, ഒരു ഇമാജ് തന്നെ 2 ഡൊമൈനിന് വരുന്നില്ല. കണ്ടില്ലേ? എല്ലാം ഒന്നാ. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു 2നും ഇമാജ് എ തന്നെ വന്നെന്ന് വിചാരിക്കും. അപ്പം എന്തല്ല? നമ്മളെ 1 അല്ല. അപ്പം 1ന്റെ കോൺസെപ്റ്റ് മനസ്സിലായല്ലോ? ഒന്നല്ലോ. പക്ഷേ എല്ലാത്തിനും ഉണ്ടായിക്കോണം നിർബന്ധമൊന്നുമില്ലേ? എല്ലാത്തിനും ഉണ്ടായിക്കോണം നിർബന്ധമൊന്നുമില്ല. അവിടെ ഞാൻ ABCDEF കൊടുത്തു. എല്ലാത്തിനും ഉണ്ടായിക്കോണം. ഇപ്പൊ 2ന് പോയിട്ട് C കൊടുത്തു, 3ക്ക് പോയിട്ട് B കൊടുത്തു, 4ന് പോയിട്ട് എന്ത് കൊടുത്തു? D കൊടുത്തു. അപ്പൊ എന്താണ് ബാക്കി? ആരുണ്ട്? ഇയും എഫും അവിടെ ബാക്കിയുണ്ട്. അത് നമുക്കൊരു വിഷയമല്ലേ? അത് നമ്മൾ 1ന്റെ കോൺസെപ്റ്റ് ആയിട്ട് ഒരു പ്രശ്നവും വരുന്നില്ല. 1ന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇമാജ് ഉണ്ടാകാൻ പാടുള്ളൂ. ആ ഇമാജിന് വേറൊരു ഡൊമൈൻ ഉണ്ടാകാൻ പാടില്ല. അതായത് ഈ സിക്ക് എന്താ 3ന്റെ ഇമാജ് പിന്നെ സി ആകാൻ പറ്റൂല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് 1 അല്ല. അതാണ് 1ന്റെ കോൺസെപ്റ്റ്. അവിടെ പറയുന്നത് എക്സ് 1 ഇഫ് ദ ഇമേജ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് ഓഫ് എക്സ് അണ്ടർ എഫ് ആർ ഡിസ്റ്റിങ്സ്. അതായത് ഡിസ്റ്റിങ്ക്റ്റ് ഇമാജസ് ആയിരിക്കണം. ഓക്കെ, ഡിസ്റ്റിങ്ക്റ്റ് ഇമാജ്. എഫിന്റെ അണ്ടറിൽ എന്തായിരിക്കണം? അണ്ടറിൽ എന്ന് വെച്ചാൽ അവൻ്റെ അടിയിൽ ഡിസ്റ്റിങ്ക്റ്റ് ഇമാജ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ f(x1) = f(x2) implies x1 = x2. അതായത് f(x1) ഇമാജ് ഈക്വൽ ആണെങ്കിൽ, f(x1)ഉം f(x2)ഉം ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കണം? ഉറപ്പായിട്ടും ആ ഡൊമൈനിലും x1 = x2 ആയിരിക്കണം. മനസ്സിലായ? അതായത് നിങ്ങൾക്കിപ്പോൾ ഇവിടെ 2 ഇമാജ് വന്നതെന്ന് വിചാരിക്കുക. ഇതാണ് നമ്മൾ എന്താക്കുന്നത്? ചെയ്യാൻ പോകുന്ന കോൺസെപ്റ്റ്. അതായത് f(x1)ഉം ഇവിടെ x1ഉം ഇവിടെ x2 ഉണ്ടെന്ന് വിചാരിക്കുക. ഇതുപോലത്തെ കോൺസെപ്റ്റ് ആണ്. അപ്പം ഈ സിയും ഡിയും രണ്ടിനും സെയിം ഇമാജ്, അതായത് f(x1)ഉം f(x2)ഉം ഈക്വൽ ആണ്. അപ്പൊ 2 ഇമാജ് വന്നേ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതാണ് കോൺസെപ്റ്റ്. അതായത് ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഇമാജ് ആയിരിക്കണം. അതിൽ കുറഞ്ഞ ഒരു പരിപാടിയും ഇവിടെ ഇല്ല. ഇനി അടുത്തതാണ് മക്കളെ ഓൺ ടു. ഓൺ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഇമാജ് വരാം, 3 ഇമാജ് വരാം, എത്ര ഇമാജ് വേണമെങ്കിലും നിങ്ങൾ വന്നുകൊള്ളൂ. പക്ഷെങ്കിൽ ഇമാജ് ഇല്ലാത്ത ഒരു റേഞ്ച് സെറ്റിൽ ഇമാജ് ഇല്ലാത്ത ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇതാ സൈഡ് ടു ബി ഓൺ ടു എവരി ഓഫ് y ഈസ് ദ ഇമാജ് ഓഫ് സം എലമെന്റ് ഓഫ് x. അതായത് ഞാനിവിടെ ഫംഗ്ഷൻ എഫിൽ നിന്നും x to y ഡിഫൈൻ ചെയ്യാണ്. ഇതെൻ്റെ x എന്നുള്ള സെറ്റും ഇതെൻ്റെ y എന്നുള്ള സെറ്റുമാണെങ്കിൽ ഞാൻ x എന്നുള്ള സെറ്റ് കൊടുത്തു 1 2 3 4 എന്ന് കൊടുത്തു. ഇവിടെ ABCDE എന്ന് കൊടുത്തു. ഈ വെള്ള ABCD എന്ന് കൊടുത്തില്ലേ? അങ്ങനെയാണെങ്കിൽ എൻ്റെ എന്തായിരിക്കും? ദാ 1ൽ നിന്നും എയിലേക്ക്, 2ൽ നിന്നും ബിയിലേക്ക്, 3ൽ നിന്നും സിയിലേക്ക്, 4ൽ നിന്നും ഡിയിലേക്ക്. അപ്പൊ നോക്കണം നിങ്ങൾ ഇവിടെ എക്സിന്റെ അണ്ടറിലുള്ള എല്ലാ എലമെന്റ്സിനും
ഓൾ എലമെന്റ്സിനും എന്തുണ്ട്, ഒരു ഇമാജ് ഉണ്ട്. ആ ഇമാജ് എന്നുണ്ട് നമ്മളിവിടെ y എന്നുള്ള സെറ്റിൽ കാണിച്ചു, f(x, y). അപ്പം ആ വൈയിൽ ഇനി ഒരു എലമെന്റ്സിനും എന്തില്ല, ബാക്കിയില്ല, എല്ലാത്തിനും ഇമാജ് ഉണ്ട്. എവരി y ബിലോങ്സ് ടു ദ റെസിസ്റ്റന്റ് എലമെന്റ് x നെ f(x, y). അതായത് നമ്മുടെ റേഞ്ച് സെറ്റ് എന്നുള്ളത് എൻറ്റയർ ആ y തന്നെയായിരിക്കണം. ഈ y എന്നുള്ള ഫുൾ സെറ്റ് തന്നെ ആയിരിക്കണം നമ്മുടെ റേഞ്ച് സെറ്റ്. അതായത് ഇമാജ് ഇല്ലാത്ത ഒരു സെറ്റില് ഒരു നമ്പർ പോലും, ഒരു എലമെന്റ് പോലും അവിടെ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ നേരത്തെ എന്താ കണ്ടില്ല, നിങ്ങൾ ഒരു സിയും ഒരു ഇയും എഫും ബാക്കി വന്നേ, അതുപോലെ ബാക്കി വരുന്ന പരിപാടി എന്തിലും നടക്കൂല, ഓൺ ടൂല് നടക്കൂല. ഓൺ ടൂല് എൻറ്റയർ എലമെന്റിന് എന്തുണ്ടാകണം, ആ ഒരു ഇമാജ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ എന്തെന്ന് ഓൺ ടൂടെ. ഇനി 1 1 ഓൺ 2 ആണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, അതിനെ ബൈജക്റ്റീവ് എന്ന് വിളിക്കാം. ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആവണമെങ്കിൽ എന്തായിരിക്കണം, അത് ബോത്ത് 1 1 ആയിരിക്കണം, അതുപോലെ തന്നെ എന്തുമായിരിക്കണം, ഓൺ 2 ആയിരിക്കണം. ബോത്ത് 1 1 ആൻഡ് ഓൺ 2 ആണ് മക്കളെ ബൈജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ 1 1 ഓൺ 2 എങ്ങനെ ചെക്ക് ചെയ്യുന്നുള്ള ഞാൻ എന്താണ് ഒരു ക്വസ്റ്റ്യൻ വെച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരും, 1 1 ഓൺ 2 എങ്ങനെ ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഓർക്കുക, ബൈജക്റ്റീവ് ആണെന്ന് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോ 1 1 ഓൺ 2 എന്ന് കാണിക്കാനാണ്. സോ ഇനി അടുത്താണ് മക്കളെ എ ടു ബി എന്നും ബി ടു സിയിലേക്ക് പോയ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയും. കോമ്പോസിറ്റ് ഫംഗ്ഷൻ അതായത് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഒരു ഫംഗ്ഷൻ എന്താ, 3 സെറ്റ് ഞാൻ എടുത്തു, എൻ്റെ എക്സ് വൈ സെറ്റ്, അല്ലാതെ എ ബി സി കൊടുത്ത എ ബി സി എന്ന് കൊടുക്കാം. ഒരു എ ബി സി എന്നുള്ളതുണ്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് എൻ്റെ എഫ് എന്നുള്ള ഫംഗ്ഷനാ ഡിഫൈൻ ചെയ്ത് എങ്ങോട്ടേക്കാണ്, എയിൽ നിന്നും ബിയിലേക്കാണ്. എയിൽ നിന്നും ബിയിലേക്ക് ഞാൻ എഫ് എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത്, അങ്ങനെയാണെങ്കിൽ ജി എന്നുള്ള ഫംഗ്ഷൻ ബിയിൽ നിന്നും സിയിലേക്ക് ഞാൻ ഡിഫൈൻ ചെയ്ത്. ജി എന്നുള്ള ഫംഗ്ഷൻ എങ്ങോട്ടാണ് ഡിഫൈൻ ചെയ്ത്, ബിയിൽ നിന്നും സിയിലേക്ക് ഡിഫൈൻ ചെയ്ത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ഫംഗ്ഷൻ കിട്ടും, ജി കോമ്പോസിഷൻ എഫ് എന്നുള്ള ഫംഗ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും, എയിൽ നിന്നും സിയിലേക്കായിരിക്കും. ഇവിടുന്ന് സിയിലേക്ക് ഒരു ഫംഗ്ഷൻ നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് എ കോമ്പോസിറ്റ് ഫംഗ്ഷൻ. മനസ്സിലാക്കിയല്ലോ? നമുക്കൊരു 3 സെറ്റ് ഉണ്ട്, അതിൽ നിന്ന് ഞാൻ എന്താക്കി, എയിൽ നിന്നും ബിയിലേക്ക് ഒരു ഫംഗ്ഷൻ എ ടു ബി ഡിഫൈൻ ചെയ്തു. അതേപോലെ ജിയിൽ നിന്നും ബിയിൽ നിന്നും സിയിലേക്ക് ഒരു ജി എന്നുള്ളൊരു ഫംഗ്ഷൻ ബി ടു സി എന്താക്കി ഡിഫൈൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ജി കോമ്പോസിഷൻ എഫ് എന്നുള്ളൊരു ഫംഗ്ഷൻ കിട്ടും. എവിടെ നിന്ന് എങ്ങോട്ട്, നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്, എയിൽ നിന്നും സിയിലേക്ക്. കാരണം ഒരു ചെറിയൊരു കണക്ഷൻ ഇവിടുന്ന് പോയല്ലോ, അങ്ങനെയാണെങ്കിൽ ഫുള്ളായിട്ടൊരു കണക്ഷൻ എന്താക്കും, ഈ ഇവിടെ നിന്നും പോകും. അതാണ് മക്കളെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ. അനി അതേ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മളെ ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ മക്കളെ 1 1 ആയിരിക്കണം, ഓൺ 2 ആയിരിക്കണം. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തോ. ഒരു ഫംഗ്ഷൻ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ബോത്ത് 1 1 ആൻഡ് ഓൺ 2 ആയിരിക്കണം. നമ്മൾ എന്താക്കിയാൽ മതി, ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തില്ലേ, അതായത് എഫ് ഫ്രം എക്സ് ടു വൈ, ജി ഫ്രം വൈ ടു എക്സ് ഡിഫൈൻ ചെയ്ത്. അങ്ങനെയാണെങ്കിൽ എങ്ങുണ്ടാവും, എഫ് കോമ്പോസിഷൻ ജി എന്നുണ്ടാവും, എക്സിൽ നിന്നും എടുത്തേക്ക് ഉണ്ടാവും നേരെ സെറ്റിലേക്ക്, സോറി വൈറ്റ് സെറ്റിലേക്ക്, ഇങ്ങനെ എക്സ് നിന്ന് സെറ്റിലേക്ക് ഉണ്ടാവില്ലേ, ആ ഒരു ഫംഗ്ഷനിലെ ജി കോമ്പോസിഷൻ എഫ് എന്നുള്ളത് അതെന്തായിരിക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ എക്സ് ആയിരിക്കും. അതായത് ഐ ആയിരിക്കും കിട്ടുക. അതേപോലെ തന്നെ ഐ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എക്സ് ആയിരിക്കും. അതേപോലെ തന്നെ എഫ് കോമ്പോസിഷൻ ജി എന്തായിരിക്കും, ഐ വൈയും ആയിരിക്കും. അതായത് നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ ഇല്ലേ, ഈ ഒരു ഫംഗ്ഷൻ എഫ് ഫ്രം എന്തുന്നുണ്ട് എക്സ് ടു വൈയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതേ ഫംഗ്ഷൻ നമുക്ക് എന്താക്കാൻ പറ്റും, ജി ഫ്രം വൈ ടു എക്സ് എന്താക്കാൻ പറ്റും, എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണ്, ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ആണ്. ഇൻവേർട്ടിബിൾ ആണോ നോക്കാൻ വേണ്ടിയിട്ട് എന്താക്കി മതി, ബോത്ത് 1 1 ആൻഡ് ഓൺ 2 ആണോ എന്ന് നോക്കിയാൽ മതി. ബോത്ത് 1 1 ആൻഡ് ഓൺ 2 ആണെങ്കിൽ ഉറപ്പായിട്ടും ആ ഫംഗ്ഷൻ എന്തായിരിക്കും, ഇൻവേർട്ടിബിൾ ആയിരിക്കും. ഇതാണ് ഇവിടെ പറഞ്ഞത്. ഇത്രയും കോൺസെപ്റ്റ് ആണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പം മക്കളെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ബോത്ത് 1 1 ആൻഡ് ഓൺ 2 ചെക്ക് ചെയ്യാനുള്ളതാണ്. എവിടെ നിന്നാണ് ഫംഗ്ഷൻ, എഫ് ഫ്രം ആർ ടു ആർ ആണ്. ശ്രദ്ധിക്കണേ, ആർ ടു ആർ. അപ്പം റിയൽ ഫംഗ്ഷനിൽ നിന്ന് റിയൽ അപ്പം ആർ ടു ആർ റിലേഷനിലേക്കാണ് പോകുന്നത്. സോ നമുക്ക് കുഴപ്പമില്ല. അപ്പം നമുക്ക് എന്താ ഫംഗ്ഷൻ നോക്കാം. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 2x എന്നാണ്. 2x ആണ്. അപ്പം 1 1 ഓൺ 2 ആണ് നോക്കേണ്ടത്. ഞാൻ ഒരു ഭാഗത്ത് 1 1 ഒരു ഭാഗത്ത് ഓൺ 2 നോക്കാം. ശ്രദ്ധിച്ചോളാം. എൻ്റെ 1 1 നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഫസ്റ്റ് എഫ് ഓഫ് എക്സ് വൺ വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്നെടുത്തും. എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എടുത്ത് അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടണം, എക്സ് വൺ ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് ടു എന്ന് കിട്ടണം.
x1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് എന്ന് കിട്ടണം, x2 എന്ന് കിട്ടണം. x1 ഈക്വൽ ടു x2 എന്ന് കിട്ടുകയാണെങ്കിൽ എനിക്ക് എന്തായിരിക്കും ആ ഫംഗ്ഷൻ 1 ആയിരിക്കും. സോ എഫ് ഓഫ് x1 എന്ന് കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് കൊടുക്കാം, എക്സിന് പകരം x1 എന്ന് കൊടുക്കാം. 2x1 ഈക്വൽ ടു 2x2. ഇതാണല്ലോ ഫസ്റ്റ് സ്റ്റെപ്പ്. 2ഉം 2ഉം കോമൺ ആണല്ലോ, അങ്ങ് വെട്ടിപ്പോട്ടെ, രണ്ടും ഞാൻ ഒഴിവാക്കി, ബാക്കി എന്തുണ്ട്, x1 ഈക്വൽ ടു x2 എന്ന് കിട്ടി. x1 ഈക്വൽ ടു x2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയല്ലോ എന്തെന്ന്, എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ആണെങ്കിൽ x1 ഈക്വൽ ടു എന്താണ്, x2 ആണ്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്തായിരിക്കും, 1 ആയിരിക്കും. ഓക്കെ അല്ലേ, അതല്ലേ നമ്മുടെ സ്റ്റെപ്പ്. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ആണെങ്കിൽ എന്തായിരിക്കണം, x1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തിനോട് ഈക്വൽ ആയിരിക്കണം, x2നോട് ഈക്വൽ ആയിരിക്കണം. ഇനി അടുത്തതുണ്ടല്ലോ മക്കളെ, എന്താ നോക്കണത്, ഓൺ ടു. അതിന് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ എന്ന് കാണിക്കലാണ് നമ്മുടെ ഓൺ ടു. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് ഫസ്റ്റ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്താണ്, ദാറ്റ് ഈസ് എന്താ വരിക, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ആകുമ്പോൾ എഫ് ഓഫ് എക്സിന് വരെ 2x ഈക്വൽ ടു വൈ എന്ന് കൊടുക്കാം. 2x ഈക്വൽ ടു വൈ എന്ന് കൊടുക്കാം. അതിൻ്റെ എക്സിനൊരു ഇത് കൊടുത്തോ, എക്സിനൊരു വാല്യൂ കണ്ടുപിടിച്ചോ. എക്സിന് ഞാനൊരു വാല്യൂ ഉണ്ട്, അപ്പോൾ എക്സ് ഇവിടെ വെച്ചു, വൈനെ ഞാൻ അപ്പുറം കൊണ്ടുപോയി, ദാറ്റ് ഈസ് y/2. അപ്പോൾ എക്സ് ഈക്വൽ ടു എനിക്ക് എന്ത് വന്നു, y/2 എന്ന് വന്നു. എക്സ് ഈക്വൽ ടു y/2 വന്നു. ഈ y/2 ആയിട്ട് എന്ത് കൊടുക്കാൻ അറിയാം, ഈ എക്സ് കൊണ്ടുപോയി കൊടുക്കാം. ആ എക്സ് കൊണ്ടുപോയി കൊടുത്തോ, ദാറ്റ് ഈസ് എഫ് ഓഫ് y/2. അപ്പോൾ എന്ത് ചെയ്യണം, ആ y/2 എവിടെ കൊടുക്കണം, നമ്മുടെ എക്സിന് പകരം അവിടെ കൊടുക്കണം. ദാറ്റ് ഈസ് 2 × y/2. 2 × y/2, ദാറ്റ് ഈസ് 2 ക്യാൻസൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വന്ന്, y വന്ന്. അതായത് നമുക്ക് എന്ത് കിട്ടി, എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു y എന്ന് തന്നെ കിട്ടി. അങ്ങനെ കിട്ടിയത് കൊണ്ട് ആ ഫംഗ്ഷൻ എന്താണ്, ഓൺ ടു ആണ്. ബോത്ത് 1 ആൻഡ് ഓൺ ടു ആണ്. ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് പൊതുവെ വരാറുള്ളത്. ഈസി ആയിട്ടുള്ള ചാപ്റ്റർ എന്ന് ഞാൻ പറയില്ല, പക്ഷേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാം. ഓക്കെ.